ഏതൊരു ലാംഗ്വേജിലായാലും ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് ഒക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു മീനിങ് നമുക്ക് കിട്ടും. പക്ഷേ അത്തരം മീനിങ് ഉള്ള ഒരുപാട് ഫ്രേസസും അതുപോലെ തന്നെ വേർഡ്സും ഒക്കെ ഉണ്ടാകും. ഇംഗ്ലീഷിലെ കാര്യവും അതുപോലെ തന്നെയാണ്. ഒരു വാക്ക് ഇംഗ്ലീഷിൽ നമ്മൾ ഒരു വാക്കിൻ്റെ മീനിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മീനിങ് കിട്ടും. പക്ഷേ അത്തരത്തിലുള്ള ആ സെയിം മീനിങ് തന്നെയുള്ള ഒരുപാട് വാക്കുകളും ഫ്രേസസും ഒക്കെ ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ ആ മീനിങ് നോക്കി നമ്മൾ ഓക്കെ ഇതാണല്ലോ അതിൻ്റെ മീനിങ് എന്ന് കരുതി നമ്മൾ ആ ഒരു വാക്ക് ഏത് സ്ഥലത്തും എല്ലാ സ്ഥലത്തും അത് തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. എല്ലാ സ്ഥലത്തും എല്ലാ ഫ്രേസസും വേർഡ്സും ഒരേ മീനിങ് ആണല്ലോ എന്ന് കരുതി ഉപയോഗിച്ചാൽ അത് തെറ്റാവും. അപ്പോൾ കോണ്ടെക്സ്റ്റിലാണ് ഇമ്പോർട്ടൻസ്. അത് ഏത് സന്ദർഭത്തിലാണ് അതല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് അത് ഉപയോഗിക്കുന്നത് എന്നതാണ് ഇമ്പോർട്ടൻ്റ്. മീനിങ് ഒരേപോലെ ആണെങ്കിലും എല്ലാ കോണ്ടെക്സ്റ്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചില സ്ട്രക്ചേഴ്സ്, ഒരേ മീനിങ് ഉള്ള ചില സ്ട്രക്ചേഴ്സാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. WasTo പ്ലസ് വേർബ്. വേർബ് എന്ന് പറയുമ്പോൾ WasTo പ്ലസ് V1 ഫോം ഓഫ് എ വേർബ്. പിന്നെ WasTo be പ്ലസ് V3 ഫോം ഓഫ് എ വേർബ്. WasTo have പ്ലസ് V3 ഫോം ഓഫ് എ വേർബ്. should have പ്ലസ് V3 ഫോം ഓഫ് എ വേർബ്. ഇതെല്ലാം ഒരേ മീനിങ്ങിലാണ് വരിക. പക്ഷേ അത് ഉപയോഗിക്കുന്ന കോണ്ടെക്സ്റ്റുകൾ വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം WasTo പ്ലസ് V1, പിന്നെ WasTo be. ഇതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ചെയ്യേണ്ടതായിരുന്നു, അങ്ങനെ നടക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു മീനിങ്ങിലാണ് ഇത് ഉപയോഗിക്കുന്നത്. കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്, നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാറുണ്ട്. ഷെഡ്യൂൾഡ് ഓർ പ്ലാൻ ടു ഹാപ്പൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ട്രെയിൻ വരേണ്ട സമയം 5 മണിക്കാണ്, 5 PM. പക്ഷേ ട്രെയിൻ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ മറ്റുള്ള ആളുകളോട് പറയണം, ട്രെയിൻ വരേണ്ടത് ഇപ്പോഴാണ്, ട്രെയിനിൻ്റെ ആ ഒരു ഷെഡ്യൂൾ ടൈം ഇപ്പോഴാണ്, പക്ഷേ വന്നിട്ടില്ല. ദ ട്രെയിൻ was to be here at 5 PM but it was delayed. Train was to be here at 5 PM but it was delayed. വരേണ്ട സമയം 5 PM ആണ്, പക്ഷേ വന്നിട്ടില്ല. അതൊരു ഷെഡ്യൂൾഡ് ടൈമിലാണ് ട്രെയിനൊക്കെ വരുന്നത്, പക്ഷേ വന്നിട്ടില്ല എന്ന കാര്യം നമ്മൾ ഇൻഫോം ചെയ്യണം, നമ്മൾ പറയുകയാണ്. പിന്നെ was to be here, ഈ ബി എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ട്രെയിൻ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന അർത്ഥത്തിലാണ്. അതൊരു ആക്ഷൻ വേർബ് അല്ല. അപ്പോൾ അവിടെ ബി ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു മീനിങ്ങിലാണ്. ട്രെയിൻ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്, ഈ 5 PM ട്രെയിൻ വരേണ്ടത്. അപ്പോൾ ഇവിടെ നടക്കേണ്ടിയിരുന്ന ഒരു കാര്യം നടന്നിട്ടില്ല, ആ കാര്യമാണ് നമ്മൾ പറയുന്നത്. was to be. ബി എന്നത് ഇവിടെ ഉണ്ടായിരിക്കുക എന്ന അർത്ഥത്തിൽ, അതൊരു ആക്ഷൻ വേർബ് അല്ല, ബി ഫോം ആണ്. was to be here. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് WasTo പ്ലസ് V1 ഫോം ആണ്. ബി എന്നത് ആയിരിക്കുക എന്ന അർത്ഥത്തിൽ. ട്രെയിൻ was to be here by 5 PM but it was delayed. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു പാർട്ടി നടത്താൻ തീരുമാനിച്ചു, ആ പാർട്ടി പ്ലാൻ ചെയ്തു, അത് ഔട്ട്ഡോറിൽ നടത്താം എന്ന് തീരുമാനിച്ചു. പക്ഷേ മഴ പെയ്തു, അതുകൊണ്ട് ഔട്ട്ഡോറിൽ ആ പരിപാടി നടന്നില്ല. അപ്പോൾ ദ പാർട്ടി വാസ് ടു ബി ഹെൽഡ് ഔട്ട്ഡോഴ്സ്. ദ പാർട്ടി വാസ് ടു ബി held outdoors. Because of the rain, it was moved indoors. Because of the rain കാരണം അത് ഇൻഡോഴ്സിലേക്ക് മാറ്റി, ഉള്ളിലേക്ക് മാറ്റി. ഇവിടെ the party was to be held. To be was to be held. held എന്നത് hold എന്ന വാക്കിൻ്റെ തേർഡ് ഫോം ആണ്. അപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിച്ചത് was to be പ്ലസ് V3 ഫോമാണ് അവിടെ ഉപയോഗിച്ചത്. ആദ്യത്തെ സെൻറ്റൻസിൽ ഒരു ബി ഉപയോഗിച്ചു, പക്ഷേ അത് ഒരു WasTo പ്ലസ് V1 ഫോമായിട്ടാണ് അവിടെ ഉപയോഗിച്ചത്. പക്ഷേ ഇവിടെ ആയിരിക്കുക എന്ന അർത്ഥത്തിൽ. പക്ഷേ ഇവിടെ ഉപയോഗിച്ചത് was to be held എന്ന് പറയുമ്പോൾ പാസീവ് വോയിസിലെ ഒരു സെൻറ്റൻസ് ആണ്. സംബഡി was to hold the party. ആ ഒരു മീറ്റിംഗ് അവിടെ നടത്തേണ്ടത് വേറൊരാളല്ലേ, അപ്പോൾ അതൊരു പാസീവ് വോയിസിലെ സെൻറ്റൻസ് ആണ്. The party was to be held outdoors. Because of rain, it was moved indoors. അപ്പോൾ ഇവിടെ WasTo ബി പ്ലസ് V3 ഫോമാണ് ഉപയോഗിച്ചത്. ഇവിടെയും നടത്തേണ്ടിയിരുന്നത് എന്ന മീനിങ്, മലയാളത്തിൽ നമ്മൾ അതിൻ്റെ മീനിങ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് ആ മീനിങ് തന്നെയാണല്ലോ ഇവിടെയും എന്ന് തോന്നും. പക്ഷേ കോണ്ടെക്സ്റ്റ് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ഓഫ് ദ റെയിൻ ഇറ്റ് വാസ് മൂവ്ഡ് ഇൻഡോഴ്സ്. റെയിൻ കാരണം അത് ഇൻഡോഴ്സിലേക്ക് മാറ്റി. ഇനി വേറൊരു എക്സാമ്പിൾ. ഹി വാസ് ടു മീറ്റ് ദ ക്ലയൻറ്റ് അറ്റ് ദ ഓഫീസ് ബട്ട് ഹി ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്. അദ്ദേഹത്തിന് ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യേണ്ടിയിരുന്നത് ഓഫീസിലാണ്. അത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, പക്ഷേ എന്താണ്, അത് നടന്നില്ല. ഹി ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്. ഹി വാസ് ടു മീറ്റ് ദ ക്ലയൻറ്റ് അറ്റ് ദ ഓഫീസ് ബട്ട് ഹി ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്. ട്രാഫിക്കിൽ സ്റ്റക്കായി പോയി, അപ്പോൾ അതുകൊണ്ട് അത് നടന്നില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. വാസ് ടു മീറ്റ്, വാസ് ടു കഴിഞ്ഞിട്ട് V1 ഫോം ഓഫ് ദ വേർബ് ആണ് ഉപയോഗിച്ചത്. ഇനി നമുക്ക് ഇതേ മീനിങ്ങിൽ തന്നെയുള്ള വേറൊരു സ്ട്രക്ചർ നോക്കാം. was to have
V3. V3 എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ തേർഡ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇത് അൺഫുൾഫിൽഡ് എക്സ്പെക്ടേഷൻ ഇൻ ദ പാസ്റ്റ്. ഇപ്പോൾ പല കാര്യങ്ങളും നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷെ അതൊന്നും നടക്കാതെ വരും. അങ്ങനെ പാസ്റ്റിൽ അങ്ങനെ അൺഫുൾഫിൽഡ് ആയ ഒരു എക്സ്പെക്ടേഷനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ വാസ് ടു ഹാവ് പ്ലസ് V3 ഉപയോഗിക്കാം. Unfulfilled expectation in the past. She was to have been retired last year, but she got an extension. She was to have been retired last year, but she got an extension. അതായത് കഴിഞ്ഞ കൊല്ലമേ അവൾ റിട്ടയർ ചെയ്യേണ്ടതായിരുന്നു എന്ന് റിട്ടയർ ചെയ്യുക എന്ന ഒരു സ്റ്റാറ്റസ് ആയിരുന്നു കഴിഞ്ഞ കൊല്ലം മുതൽ വേണ്ടിയിരുന്നത്. പക്ഷേ ഒരു എക്സ്റ്റൻഷൻ കിട്ടി. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലമേ ആ റിട്ടയേർഡ് ആണ് എന്ന ഒരു സ്റ്റാറ്റസ് വന്നില്ല. ഇപ്പോൾ സാധാരണ ഈ ഒരു സെൻറ്റൻസിൽ റിട്ടയേർഡ് എന്നത് ഒരു അജക്റ്റീവാണ്. കാരണം ഇപ്പോൾ ഒരാളെ പറ്റി നമ്മൾ പറയുമ്പോൾ ഹി വാസ് റിട്ടയേർഡ്, ഷി വാസ് റിട്ടയേർഡ് എന്നല്ലേ പറയുക. അപ്പോൾ റിട്ടയേർഡ് എന്നത് അവിടെ ഒരു അജക്റ്റീവാണ്, അതൊരു സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷീ വാസ് ടു ഹാവ് ബീൻ റിട്ടയേർഡ്. നോക്കൂ, ബീൻ എന്നതാണ് അവിടെ ബി എന്ന വേർബിൻ്റെ തേർഡ് ഫോം. റിട്ടയേർഡ് എന്നത് ആ സെൻറ്റൻസിൽ അജക്റ്റീവാണ്. അപ്പോൾ ഷീ വാസ് ടു ഹാവ് ബീൻ, അത് വാസ് ടു ഹാവ് പ്ലസ് V3. റിട്ടയേർഡ് എന്ന വേർബിൻ്റെ V3 ഫോം അല്ല ആ സെൻറ്റൻസിൽ റിട്ടയേർഡ് എന്നത്, അതൊരു സ്റ്റാറ്റസ് കാണിക്കുന്നതാണ്. അതും മനസ്സിലാക്കുക. വാസ് ടു ഹാവ് പ്ലസ് V3 എന്ന് പറയുന്നത് V3 ബീൻ എന്നതാണ്. ബി എന്ന വേർബിൻ്റെ V3, ബി എന്ന വേർബിൻ്റെ തേർഡ് ഫോം ബീൻ. ഇനി വേറൊരു സെൻറ്റൻസ്, ഹി വാസ് ടു ഹാവ് ആക്റ്റഡ് ഇൻ എ മൂവി ബട്ട് ഇറ്റ് വാസ് ഡ്രോപ്ഡ്. ഹി വാസ് ടു ഹാവ് ആക്റ്റഡ്, വാസ് ടു ഹാവ് പ്ലസ് V3. അദ്ദേഹം ഒരു മൂവിയിൽ അഭിനയിക്കേണ്ടതായിരുന്നു, പക്ഷേ ഇറ്റ് വാസ് ഡ്രോപ്ഡ്, പക്ഷെ അത് നടന്നില്ല. വാസ് ടു ഹാവ് പ്ലസ് V3. ആക്റ്റഡ് എന്നതാണ് അവിടെ V3 ഫോം. ഷീ വാസ് ടു ഹാവ് ജോയിൻഡ് MBBS ബട്ട് ഷീ ചോസ് എൻജിനീയറിംഗ്. ഇവിടെ വാസ് ടു ഹാവ് ജോയിൻഡ് എന്നതാണ് V3. വാസ് ടു ഹാവ് പ്ലസ് V3 ഫോമാണ് അവിടെ ഉപയോഗിച്ചത്. ഇതെല്ലാം കാണിക്കുന്നത് എക്സ്പെക്റ്റേഷൻസ് ഇൻ ദ പാസ്റ്റ്, അത് അൺഫുൾഫിൽഡ് ആണ്, നടന്നില്ല. എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, നടക്കേണ്ടിയിരുന്നത് അങ്ങനെയാണ്, പക്ഷെ നടന്നില്ല. ഇനി ഇതേ മീനിങ്ങിലുള്ള വേറൊരു സ്ട്രക്ചറാണ് ഷുഡ് ഹാവ് പ്ലസ് V3. പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെ പാസ്റ്റിലെ കാര്യം പറയാൻ തന്നെയാണ്, നടക്കാതിരുന്ന കാര്യം പറയാൻ തന്നെയാണ്. പക്ഷേ ഇത് അഡ്വൈസ്, അതുപോലെ ക്രിറ്റിസിസം, വിമർശിക്കുക, പിന്നെ എന്താ റിഗ്രറ്റ്, ഇതൊക്കെ കാണിക്കുന്നതിനാണ് ഷുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്. പക്ഷേ മീനിങ് നോക്കുമ്പോൾ നടക്കേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ തന്നെയാണ് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ വരുന്നത്. പക്ഷേ കോണ്ടെക്സ്റ്റ് വളരെ ഡിഫറെൻ്റ് ആണ്. എക്സാമ്പിൾ, ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞ ഒരു സെൻറ്റൻസ്, എക്സ്പെക്റ്റ് ചെയ്തിരുന്നു MBBSന് ജോയിൻ ചെയ്യണമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്, പക്ഷേ അത് നടന്നില്ല, എൻജിനീയറിങ്ങിനാണ് ജോയിൻ ചെയ്തത്. അത് നമ്മൾ വാസ് ടു ഹാവ് ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഷീ വാസ് ടു ഹാവ് ജോയിൻഡ് MBBS ബട്ട് ഷീ ചോസ് എൻജിനീയറിംഗ്. അതാണ് വാസ് ടു ഹാവ് പ്ലസ് V3 ഉപയോഗിച്ചത്. ഇപ്പോൾ അത് നമുക്ക് ഒന്ന് ഷുഡ് ഹാവ് പ്ലസ് V3 വെച്ചിട്ട് പറഞ്ഞു നോക്കാം. ഇപ്പോൾ വീട്ടിൽ ഒരു അങ്കിളോ ആൻറ്റിയോ വരുന്നു, എന്നിട്ട് പറയുകയാണ്, ഒന്ന് ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അത് ഇഷ്ടപ്പെടാതെ അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന രീതിയിൽ പറയില്ലേ. ഷീ ഷുഡ് ഹാവ് ജോയിൻഡ് MBBS, ഷീ ഷുഡ് ഹാവ് ജോയിൻഡ്. അപ്പോൾ നോക്കൂ, ചെയ്യേണ്ടിയിരുന്നത് എന്ന മീനിങ് തന്നെയാണ് വരുന്നതെങ്കിൽ അവിടെ ഒരു ക്രിറ്റിസിസമാണ്. പക്ഷേ ആദ്യം പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, എക്സ്പെക്റ്റ് ചെയ്തിരുന്ന കാര്യം നടന്നില്ല എന്ന അർത്ഥത്തിലാണ് വാസ് ടു ഹാവ് പ്ലസ് V3 ഉപയോഗിച്ചത്. പക്ഷേ ഷുഡ് ഹാവ് ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ ഒരു മീനിങ് സെയിം തന്നെയാണെങ്കിലും അതിൻ്റെ ആ ഉപയോഗിക്കുന്ന കോണ്ടെക്സ്റ്റിൽ ഡിഫറൻസ് ഉണ്ട്. അവിടെ ഒരു ക്രിറ്റിസിസം ആണ്. അവൾ ജോയിൻ ചെയ്യേണ്ടിയിരുന്നത് MBBSനാണ് എന്നർത്ഥം. ഷീ ഷുഡ് ഹാവ് ജോയിൻഡ് MBBS. പിന്നെ ഈ ഷുഡ് ഹാവ് തന്നെ നമുക്ക് ഷുഡ് ഹാവ് പ്ലസ് V3 നമുക്കൊരു റിഗ്രറ്റ് എക്സ്പ്രസ് ചെയ്യാനും ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, വീട്ടിൽ തന്നെ MBBSന് കിട്ടിയില്ലല്ലോ, എഞ്ചിനീയറിങ്ങിനല്ലേ കിട്ടിയത് എന്നാലോചിക്കുമ്പോൾ ഒരു വിഷമം മദറിനുണ്ട്. അപ്പോൾ മദർ പറയാം ഷീ ഷുഡ് ഹാവ് ജോയിൻഡ് MBBS. അതൊരു റിഗ്രറ്റാണ് നമ്മളത് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഷുഡ് ഹാവ് ഉപയോഗിക്കുമ്പോൾ മനസ്സിലുള്ള ഒരു റിഗ്രറ്റ്, ഒരു വിഷമം. ഇനി വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഹി വാസ് ടു ഹാവ് സബ്മിറ്റഡ് ദ അസൈൻമെന്റ് യെസ്റ്റർഡേ ബട്ട് ഹി ഹാസിൻറ്റ് ഫിനിഷ്ഡ് ഇറ്റ് യെറ്റ്. ഇന്നലെ സബ്മിറ്റ് ചെയ്യേണ്ടിയിരുന്ന ഒരു അസൈൻമെൻറ്റ് ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും അത് ഫിനിഷ് ആയിട്ടില്ല, സബ്മിറ്റ് ചെയ്തിട്ടും ഇല്ല. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഹി വാസ് ടു ഹാവ് സബ്മിറ്റഡ് ദ അസൈൻമെൻ്റ് ആണ്. ഇവിടെ ഒരു അൺഫുൾഫിൽഡ് എക്സ്പെക്റ്റേഷനാണ്.
അത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്, ഇപ്പോൾ ഒരു ഡെഡ് ലൈൻ ഒക്കെ ഉണ്ടാവില്ല, ഇന്ന ഡേറ്റിൽ സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ, അതെല്ലാം കഴിഞ്ഞു, ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു, അത് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന കാര്യം നടന്നില്ല, അത് അൺഫുൾഫിൽഡ് എക്സ്പെക്റ്റേഷനാണ്, വാസ് ടു ഹാവ് സബ്മിറ്റഡ്. ഇനി നമുക്കതൊരു വിമർശനത്തിൻ്റെ രീതിയിൽ, ഒരു ക്രിറ്റിസിസത്തിൻ്റെ രീതിയിൽ പറയണമെങ്കിൽ, ഹീ ഷുഡ് ഹാവ് സബ്മിറ്റഡ് ദ അസൈൻമെൻറ്റ് യെസ്റ്റർഡേ, ഇന്നലെ അവൻ സബ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു. അതൊരു ക്രിറ്റിസിസമാണ് അവിടെ. ഹീ ഷുഡ് ഹാവ് സബ്മിറ്റഡ്. അതുപോലെ തന്നെ നമുക്കൊരു റിഗ്രറ്റ്, അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന ഒരു വിഷമം. ഹീ ഷുഡ് ഹാവ് സബ്മിറ്റഡ് ദ അസൈൻമെൻറ്റ് യെസ്റ്റർഡേ, അത് നമ്മളൊരു വിഷമം, നമുക്കതൊരു റിഗ്രറ്റ് ഉണ്ട് അത് ചെയ്യാൻ സാധിക്കാത്തതിൽ. ആ രീതിയിൽ പറയുമ്പോഴും നമുക്ക് ഹീ ഷുഡ് ഹാവ് സബ്മിറ്റഡ് എന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഈ സ്ട്രക്ചേഴ്സ്, ഇന്ന് നമ്മൾ പല ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് പഠിച്ചു. പക്ഷേ അതിൻ്റെയൊക്കെ മലയാളം ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ ഒന്നുപോലെ തന്നെയാണ്, പക്ഷേ അത് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. WasTo പ്ലസ് V1 ഫോം, was to be plus V3, was to have plus V3 and should have plus V3. ഇതൊക്കെ മനസ്സിലായല്ലോ.